എന്റെ ഗരാജ് ഈ വണ്ടി കാണുമ്പോ എനിക്ക് നമ്മുടെ വണ്ടി ഓർമ്മ വരുന്നത്. ഫുൾ ബ്ലാക്ക്. ഏത് നമ്മളെ വണ്ടി? നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടി എന്റെ വണ്ടി തന്നെ ഇത്. അല്ലേ ഇത് എനിക്കല്ലേ ഇപ്പൊ അങ്ങോട്ട് ഒരു വാറൂടി അടിച്ചു കഴിഞ്ഞാൽ അമ്മരല്ല 0 കണ്ണ്. നമുക്ക് നൈസാട്ടെ ഒരു വണ്ടി കരിഞ്ഞൊരു ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഹലോ டாக்டர்ஸா? இல்ல இல்ல டாக்டர்ஸ் ஷேக் மாதிரி இருக்கே பாக்க. இதா உள்ள இருக்குறது ஷேக் தான். என்ன பண்றது? சின்னதா ஒன்னு வெடிச்சிருச்சு. ஷேக்கா? அதான் ஒன்னு வெடிச்சிருச்சு. அதே. ஏது ஷேக்? ஆமா. ஷேக்கா தான் வைக்கிறே. ஷேக். எஸ் 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 தான் கிடக்குதே. நிக்கவே இல்ல. സർച്ചട്ടെ. ഷേക്കിനെ ഒന്ന് സർച്ചട്ടെ. ഞാൻ കിഡ്ല സ്കാം പറയട്ടാ. എടാ ഞാൻ കിഡ്ല സ്കാം പറയട്ടെ എടാ. അതെ ഡ്രസ് മാറ്റി പോയി ഷേക്കിനെ തട്ടിക്കൊണ്ടു പോയല്ലേ. കാശിട്ടോടാ. ட்ரெஸ் மாத்து. எனக்குலாம் மாத்த வேண்டாம். நீ தான் மாத்தணும். ഓക്കേ ഓക്കേ. അലീന ഡ്രസ് ഈ ഡ്രസ് ഷോപ്പ് ഹലോ ബ്രേക്ക് ചെയ്തു. കണ്ണകത്ത് വെക്കടാ. എന്താ 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 എന്ത് அந்த പ്രശ്നം? பொண்ணு குட்டி காட்டுகிறது. ഞാൻ പൈസ കൊടുത്ത വാങ്ങിച്ച കണ്ണ. ആയിരിക്കും പ്രശ്നം ഇവിടെ? ഹലോ ഹലോ ചന്ദ്രനല്ലേ? അതെ ആ ചന്ദ്രൻ, ഞാനേ CID-ലെ പ്രൊഫസറാ. പറഞ്ഞോ പറഞ്ഞോ. ഒന്ന് ഹൗസ് വരെ ഒരു ഇൻവിറ്റേഷൻ തരാനായിരുന്നു. ബ്രോ ഞങ്ങളെ ഒരു ചെറിയൊരു സിറ്റുവേഷനിലായിരുന്നു. ഞാൻ കുറച്ചായിട്ട് വിളിച്ചാൽ മതിയോ? ആ മതി 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 മതി. ഓക്കെ ഓക്കെ. നീ കൈ പൊക്കിക്കേ. കൈ പൊക്കിക്കേ. എനിക്ക് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യണം. ஷேக்கோட ஒருத்தன் ஸ்னைப்பர் வச்சிருக்கான். പറഞ്ഞ മനസ്സിലാവില്ല. தனியா தனியா நிக்க. கார் மட்டும் அன்லாக் ரெடியா நிக்கிறேன். താല്പര്യമില്ലാന്നോ അല്ല പോലും വരുന്നില്ല. അല്ല നിനക്ക് താല്പര്യം കൂടി തരാം. ആ കുട്ടി വരുന്നില്ല. എന്തിനാ ഈ നക്കിക്കുന്ന? എന്തിനാ ധാരാ? ഞാനല്ല. ഇതെന്താ ബ്രോ? എന്താ ഈ നിക്കുന്ന? എന്തിനാ? ഹലോ 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 ബ്രോ ഹലോ ബ്രോ ഒരു കാര്യം പറഞ്ഞു വരാമോ? ഇല്ല ഇല്ല ബ്രോ ഇൻവിറ്റേഷൻ തരാം പ്ലീസ് കം പ്ലീസ്. ബ്രോ ഇൻവിറ്റേഷൻ തരാം. ആ ഇൻവിറ്റേഷൻ കൊണ്ട. ഓക്കെ ഓക്കെ ഇൻവിറ്റേഷൻ തരട്ടെ. ഓക്കെ ഓക്കെ ഒരു മിനിറ്റ്. അതെ 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 കൈപോ കൈ. നോ 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 യു കാൻറ്റ് ഹലോ യു കാൻറ്റ് ബ്രോ നമ്മുടെ ടീമുണ്ട് ബ്രോ നമ്മുടെ ടീമുണ്ട് ബ്രോ. പോടാ. അതെ പ്ലാൻ മൂഞ്ചി. ഒരു മിനിറ്റ്. എന്താടാ എന്താ അളിയന്റെ വണ്ടി? എടാ ഹലോ അലീന എവിടെ? അലീന എങ്ങോട്ടാ? പീറ്റർ അങ്ങനെ ചുറ്റുമുള്ള 2-3 പേരുണ്ടല്ലോ. എന്ത് ചെയ്യും? അലീനെ അടിച്ചിട്ട് ആരടിച്ചിട്ട്? അലീനെ அவங்க தான் வெடி வச்சிட்டாங்கன்னு சொல்றாங்க. எனக்கு தெரியல, മനസ്സിലാവില്ല. நான் காணல.
എടാ അലീന ആരും ഒന്നേ അവര് പോടാ. ഓ കൊല്ലണം നമുക്ക് പോയിട്ട് വാ, ഞാൻ അളിയൻ വരെ വെയിറ്റ് ചെയ്തോ. வண்டியில டவுன் ஆயிருக்கு. അളിയൻ വണ്ടി എടുത്തേ. வண்டியில ஏறும்போது டவுன் ஆயிருக்காங்க. வண்டியில ஏறும்போது டவுன் ஆயிருக்கு. ഏത് വണ്ടി? ഈ വണ്ടിയിல ஏறும்போது டவுன் ആയി. എങ്ക അലീന എങ്ക? അലീനെ എന്തിനാ കൊന്നേ അവര്? അലീന அவங்க கொல்லல വണ്ടി ஏத்தி டவுன் ഓ ആയി. വണ്ടി ഏത്തിടാ, വണ്ടി ഇടിച്ച് ചത്ത നിഗനാ നീ അമ്മ ഇരേ അവളെ കൊന്നത്. അളി എന്റെ സ്പെല്ലിംഗ് ഇതൊന്നും അല്ല, പിന്നെ ഞാനൊന്നും അല്ല അളിയാ. ഞാൻ എന്തിനാ അലീനെ കൊല്ലണേ? അലീന ചുമ്മാ കളിക്കല്ലേട്ടാ അലീന. നീ വൻ കഴപ്പൊന്ന് കാണിക്കാൻ നിർത്തുവോ നീക ഒന്ന്? ഞാൻ അല്ല അളിയെ കൊന്നേ. എടാ നൈസായിട്ട് ഷെയ്ക്കിനെ കൊണ്ട് പോവാറുണ്ടായി. ഷെയ്ക്കിന് ഇപ്പൊ കൊണ്ടുപോവാ. ഞാൻ നീക എന്തറിഞ്ഞിട്ടാ നീക പറയണേ? അവര് 5-6 പേരുണ്ടാ നീക അമ്മ. അവരങ്ങ് അടിച്ചിട്ട് മയില് സ്വഭാവം കാണിക്കാതെ പറയണ കേളാദ്യം. 5 പേര് നിക്കുമ്പോ എങ്ങനെടാ 3 പേര് പൊക്കണേ? അല്ലെ 5 പേരങ്ങ് അടിച്ചിടണം. അളിയാ നമ്മളെ ഒളിച്ചിരുന്ന് 2 പേരെ അടിക്കാം. അപ്പൊ ബാക്കി 2 പേരല്ലേ? ഏത് മൂട്? വേഗം പോക്കണേ. ഡോക്ടർ ഇവിടെ ഫസ്റ്റ് എന്താണ്? ഗണ്ണുണ്ട് വേണോ? ഗണ്ണ് വേണോ? എത്രയാണ് ബ്രോ? 10 സിയർ. ബുള്ളറ്റ്സ് വിത്ത് ബർഗർ പിന്നെ 10 ഫാമിലി. നീ എന്താ പറയണേ? നമ്മളെന്താ ഗണ്ടീല് നമ്മളെ ലിപ്പില്ല. വേണ്ടെന്ന് പറ പീറ്റർ, വേണം സൊല്ല്. ഹലോ LDF. അലീന ഓക്കെ അല്ലേ? അലീന ഞാനാ കൊന്നൊക്കെ പല്ലിരുന്ന അലീന എന്തിനാ അലീന? ഹലോ എന്താ സുഖല്ലേ? ആ രാഘോ എന്താണ് പരിപാടി? ഫൈനലി നീ റെക്കഗ്നൈസ് ചെയ്തില്ല ഒരാളെ. അവരുടെ ടീഷർട്ടിൽ എഴുതി വെച്ചാണ് ഈ ടീഷർട്ട് മാറ്റില്ലട്ടാ, ഞാൻ മറന്നു. ഹലോ പേരെന്താ? ബ്ലേക്ക്. ഷെയ്ക്കിന്റെ ആരാ? ഷെയ്ക്കിന്റെ ലീഗൽ അഡ്വൈസർ. ലീഗൽ കാര്യങ്ങളെല്ലാം ഡീലാണോ? ഒരു കാര്യം സംസാരിക്കണമായിരുന്നു, കുറച്ച് പേഴ്സണൽ. ഈ മുടിയും ഈ ടാറ്റു മാറ്റിയില്ലേ? ഏത് ടാറ്റു? ഈ അപ്പുറത്തുള്ള പീസിന്റെ ടാറ്റു മാറ്റണമായിരുന്നു. ഏത് പീസ്? ഈ പീസ്. ഏത് പീസ്? ഈ കയ്യിലുള്ളത്. നമ്മളതൊന്നും മാറ്റില്ല. ലീഗൽ അഡ്വൈസർ ഇങ്ങ് വാ. ലീഗൽ അഡ്വൈസർ ഇങ്ങ് വാ. എനിക്ക് 2 ഇത് ബുക്ക് ചെയ്തോടാ. 2 സംസാരിച്ച കൊന്നോളെ. ഇല്ല ആൻസർ. നിന്റെ കൂട്ടത്തിലെ ആരേലും ഇപ്പൊ എന്തേലും അതിക്രമം കാണിച്ചാ നിന്നെ സ്പോട്ടിൽ കൊല്ലും. ബ്രോ ഒരു കാര്യം പറയട്ടെ, നീ എന്തേലും ഇവിടെ അതിക്രമം കാണിച്ചാൽ നിന്റെ കൂട്ടുകാരൻ ഇപ്പൊ കൊന്നുള്ളൂ കേട്ടോ. അവനൊന്നും ചെയ്യരുത്. ഇതാര്?
ആ നീ കൈപോക്കു നമ്മുടെ കൂട്ടത്തിൽ കൈപോക്കടാ നീ കൈപോക്കടാ ഒരേ ഒരാളേ ഉള്ളൂ. നീ കൈപോക്കടാ അവൻ മെന്റലി ഡിസേബിൾഡ് ആണ്. അവനൊന്നും ചെയ്യുന്നത്. എടാ ഉസ്മാനെ ചുമ്മാ ഇരടാ. എന്താടാ 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 നീക ഒന്നും ചെയ്തിട്ടില്ല. നീക ഒന്നും ചെയ്തിട്ടില്ല. എന്റെ പൊന്നു നീക ഒന്നിട്ടില്ല. നീക എന്താണ് ബ്രോ? ഒന്നും ചെയ്തിട്ടില്ല. ഫുഡ് കഴിക്കാൻ എന്തോ ചത്താണ്. എന്താ ഇത്രയും നേരം പറയല്ലായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. ബ്രോ ഞാൻ അവിടെ നിന്ന് കണ്ട സോറി ഫുഡ് കണ്ടി ചത്താണോ ചന്ദ്ര ബ്രോ? സോറി ബ്രോ, ഞാൻ എന്തെങ്കിലും തരാം. ഞാൻ പറഞ്ഞോണ്ടിരുന്നു അതല്ലേ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അല്ല അപ്പൊ ഇവ അടിക്കണ കണ്ടല്ലോ ഞാൻ. അവൻ ചുമ്മാ അറിയാം. അവൻ ആരാന്നറിയാം. ഇല്ല അറിയാം. മനസ്സിലായില്ലേ? ഇല്ല കുഴപ്പമില്ല. മനസ്സിലായി. എന്റെ പേര് വിളിച്ച് പറഞ്ഞ് പറ്റിയതാ. സൈഫർ കുഴപ്പമില്ല. ഞാൻ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാ സോറി പറയണം. ഇല്ല കുഴപ്പമില്ല. ചന്ദ്രൻ ഫുഡ് കഴിക്കാണ്ട് മരിച്ചാണെങ്കിൽ അത് ചന്ദ്രന്റെ മിസ്റ്റേക്ക് ആണ്, എന്റെ മിസ്റ്റേക്ക് അല്ല. ചന്ദ്രൻ എനിക്ക് സോറി പറയാം. അല്ല അന്ത ഫുഡ് കഴിച്ചിട്ട് ചത്ത് പറഞ്ഞില്ലല്ലോ. നീ അടിക്കില്ല. ചോദിച്ചോ എങ്ങനെ ചത്തേ? എന്തൊക്കെയാടാ കാണിക്കണേ? എന്റെ പേരും വിളിച്ച് പറഞ്ഞ് നാട്ടുകാരെ അറിയിച്ച് എന്നെ ഊമ്പിച്ചല്ലടാ നീ എന്നെ അങ്ങ്. അളിയ ചന്ദ്ര ഞാൻ അറിഞ്ഞില്ലല്ലോ അളിയ, എനിക്ക് അറിയില്ലായിരുന്നല്ലോ അളിയ, ഞാൻ പറഞ്ഞില്ലല്ലോ അളിയ. എടാ ഷെയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന? ഷെയ്ക്കല്ലേ നീ ഷെയ്ക്കിനെ കൊടുത്ത തലക്കടി. നീ ഷെയ്ക്കിനെ തലക്ക് ചുറ്റേക്ക് അറിഞ്ഞായിരുന്നു അങ്ങേരെ ചാടി. അളിയ ഞാൻ നോക്കിയപ്പോ അവൻ അളിയനെ അത് വെച്ച് ഒറ്റടി. എന്നെ അടിച്ചില്ല. ഞാനാ ചത്ത്. ഇതാരാ ബാഡായല്ലോ അലീനെ. ബാഡായല്ലോ അലീനെ. ഓക്കെ. എടാ അതെ ഞാൻ പറഞ്ഞതല്ല, ഉസ്മാൻ ഉണ്ടല്ലോ, ഉസ്മാൻ ഷെയ്ഖിന്റെ റൈറ്റ് ഹാൻഡാ. അപ്പൊ ഉസ്മാൻ നമ്മുടെ പയ്യനല്ലേ? എടാ നമ്മളായിട്ടാണോടാ അവന്മാരെ തൂക്കാൻ നിക്കണേ? എടാ നീ എടാ സോറി എടാ ഞാൻ പറയണ കേട്. എടാ നമ്മളായിട്ടല്ലല്ലോ അതിന് തൂക്കാൻ നിന്നേ. അല്ല എന്നോട് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ തൂക്കുവാന്ന്. ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണ്ട കാര്യങ്ങളല്ലേ? ഞാനവിടെ വേറൊരു പരിപാടി ചെയ്യുന്നു. എടാ ഇനി എടാ ഇനി നമ്മളെന്ന് അറിഞ്ഞില്ലേ? അളി ഡ്രസ് മാറിയപ്പോരെ ബാ, ഒന്നും ഡ്രസ് മാറി ബാ. മോനെ എന്റെ അടുത്ത് വേറെ ആൾക്കാര് വന്ന് വിചാരിച്ചൂടില്ലേ അവള്? അവര് ഇനി അതെ ഒരു പ്രാവശ്യം പൂച്ച വെള്ളത്തിൽ വീഴത്തുള്ളൂ, 2 പ്രാവശ്യം വീഴത്തില്ലല്ല. ചന്ദ്ര അവിടെ ഇവിടെ മൂത്രം ചവിട്ടിയല്ലേ? ശരിപ്പണ அவர் பேர் வந்து சுபாஷ் சந்திர. கண்ட எல்லாரும் கண்டு மானம் போய். ஆமா அவர் பேர் சுபாஷ். வா பீட்டர் வா. இப்ப போய் ஃபோன் பேசுதாலனா. ഓക്കേടാ വിളിടാ. അളിയ നമുക്കേ ഒന്നുകൂടി പോയി നോക്കാടി ഡ്രസ് മാറിയിട്ട്. ഇറക്കി എന്നെ വണ്ടി. ഞാൻ കാരണം ആ പയ്യനും വിഷമമായി. ബ്ലാക്ക് മാസ്ക് ആയിരുന്നോ? ബ്ലാക്ക് ഡ്രസ് ആയിരുന്നോ? നീ എല്ലാത്ത രീതി ഉണ്ടാ? ഞാൻ പറയട്ടെ ചന്ദ്ര, ഞാൻ അവിടെ തിരിഞ്ഞത് ഞാൻ കണ്ടത് അവൻ തലക്കടിച്ചിടുന്ന.
നോ ചന്ദ്ര, ഏ ഏതെങ്കിലും പെൺകൊച്ചിനോട് പോയി എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ആര് ചന്ദ്രൻ ഉണ്ടാവും എന്ത് ഏത് പെൺകൊച്ചി പറ, ഏതെങ്കിലും ഇല്ല ഒരു പെൺകൊച്ചിന്റെ അടുത്ത് ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. എന്ത് പറ്റി? ഇങ്ങോട്ട് ആരെങ്കിലും സംസാരിച്ചോ? ഇങ്ങോട്ട് പെൺപിള്ളേരൊക്കെ സിറ്റിയിലുള്ള പെൺപിള്ളേരെ സ്വാഭാവികമായിട്ട് നമ്മളെ കാണുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ലുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കായിരിക്കും. അപ്പൊ ആ പെൺകൊച്ചി ഇങ്ങോട്ട് വന്നിട്ട് അലീനയുടെ ഫോൺ നമ്പർ ആണോ ചോദിച്ചത്? ഏത് പെൺകൊച്ചി? ഏതെങ്കിലും അലീന ടോക്സിക് ആയിരുന്നല്ലേ? ഞാൻ അറിഞ്ഞില്ല. അല്ല ഏത് പെണ്ണ് എനിക്ക് ഓർമ്മയില്ല. ചന്ദ്രൻ ഏതെങ്കിലും പെൺപിള്ളാരോട് പോയിട്ട് അലീനയുടെ നമ്പർ ഉണ്ടോന്നും പറഞ്ഞ് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചോന്ന്? ആരെ? സുന്ദരിയായ ഏതെങ്കിലും പെൺപിള്ളാരോട്? ഇല്ല, അതിന്റെ ആവശ്യം എനിക്കില്ല. അപ്പൊ വേറെ ഞാനങ്ങനെ ചെയ്യൂല അങ്ങനെയൊന്നും. അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ടെൻഷൻ ആവുന്നില്ല. ടെൻഷനായി അതിന്. ആരെ തട്ടിക്കൊണ്ടുപോകും? സാബ്ഗുരുവിനെ കൊണ്ടുപോയാലോ? സാബ്ഗുരുവിനെ കൊണ്ടുപോയാലോ? ഞാനേ സാബുരിനെ നൈസായിട്ട് തട്ടിയടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഒരാളെ തട്ടിക്കൊണ്ട് പോകുമ്പോ മിനിമം അവരെ മാക്സിമം ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ നോക്കണം. അതും പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പ്ലാൻ പാളിയാലും പേര് വിളിക്കല് ദയവ് ചെയ്ത്. ഇതൊക്കെ നേരത്തെ പറയണ്ടേ അളിയ? ഞാൻ ഇതൊക്കെ എങ്ങനെ ഗണിച്ചറിയോ? நீ ஒரு இடத்துல நிக்க மாட்டற, ஓடிட்டடா நீ அங்க போய் பேசிட்ட. എടാ സുഗുണ, അത് നിനക്കെങ്കിലും പറയാലോ എന്നോട്. എടാ ആദ്യം അവന്റെ പേര് പടിയടാ. നീ സൂണാന്ന് തന്നെ വിളിച്ചോ, കുഴപ്പമില്ല. சரி சுகுணாவே விளி, என் பேரு சுகுணா தான். ஓகே നമുക്ക് ഒന്നുകൂടി നമുക്ക് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാം. കമോൺ. എടാ ഇനി നടക്കൂടാ, അത് ഇനി നടക്കൂല. അത് ഫെയിൽ ആയത് ഒരിക്കൽ ഫെയിൽ ആയത്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മറ്റേ ഷെയ്ക്ക് ഇട്ടേ പോലെ മറ്റേ നൈറ്റിയില്ലേ, അത് 4 പേർക്കും അങ്ങ് ഇടാം. എന്നിട്ട് നമുക്ക് വേറൊരു കാറിൽ പോവാം. അപ്പൊ പുള്ളി വിചാരിച്ചുള്ളൂ ഏത് പുള്ളിയുടെ അറബി ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കുന്നു. ഏത് ചന്ദ്ര ചന്ദ്ര അങ്ങേര് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അങ്ങേര് ഇത്ര മന്ദബുദ്ധിയല്ല. അലിനെ പറഞ്ഞു വരുന്നത് നമ്മള് മന്ദബുദ്ധിയല്ലേ ചന്ദ്രൻ? വേണ്ടേ അവര് വീട്ടിലുള്ള ആൾക്കാരാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ മാസ്ക് ഇട്ടേക്കുന്ന എന്തിനാ? മാസ്ക് ഇട്ടേക്കണ മുഖം തിരിച്ചറിയണ്ടേ? അതൊന്ന് പറഞ്ഞുതരാമോ? നീ ഒന്ന് വ്യക്തമാക്കി തരാമോ എന്തിനാ ചെയ്യണേന്ന്? അളിയ ഞാൻ പറഞ്ഞു, കുട്ടീന്ന് വിളിച്ചാൽ കുട്ടീന്ന് വിളിച്ചാൽ എന്റെ പേര് മധു 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 മധു. നീ എന്നെ വിളിച്ച എന്താ? എന്റെ പേര് വിളിച്ച മധു. മധു. ഞാൻ എന്റെ കാശ് കയ്യിൽ 25 കോടി ഇരിക്കണം. അതങ്ങ് കൊണ്ടാ. സുരേഷ് എന്താണ് എന്റെ പേര്? ശ്യാം സിംഗ്. അല്ല അല്ല ശ്യാം സിംഗ് മതി. അല്ല ശ്യാം സിംഗ്. ഇല്ല എന്റെ പേര് അഭിജിത്ത്. അതാ എന്റെ പേര് ഞാൻ മാറ്റി. എന്റെ പേര് അഭിജിത്ത് പുത്തൻകാവ്. ഞാൻ മാറ്റി പുത്തൻകാവ് അഭിജിത്ത് എന്നാക്കാം എന്റെ പേര്. പുത്തൻകാവ് പുതിയ കാവാണ് ഉദ്ദേശിച്ചത്. തവളന്ന് വെച്ചുകൂടാ പേര്? തവള. നിന്റെ പേര് മാക്രി എന്നാ? തവള. എന്ത് മയറ് പുഴുങ്ങിട്ട് നിക്കണ്ട അവിടെ? നീ എന്നെ മയറ് പുഴുങ്ങിണ്ടാ? നാട്ടില് മയരെന്ന് പറഞ്ഞ തെറിയല്ല അലീന. മയരെന്ന് പറഞ്ഞ തെറിയില്ല. എന്തൊരു മയര് കാണിക്കുന്നത് അലീന. തമിഴ്നാട്ടില് മയരെന്ന് പറഞ്ഞ ഇതല്ല. വേണമെങ്കിൽ എടാ ഞാൻ നിന്റെ മയരിലൊന്ന് വലിച്ചോട്ടെടാ. മലയാളത്തിലുള്ളത് നിന്നെ വിളിക്കും. സുഗണ നിന്റെ മയരിൽ പിടിച്ചൊന്ന് വലിച്ചോട്ടെ. என் முடி என்னோட மயிறு வலிக்கிற மாதிரி இல்லடா, உன் மயிரை தான் வலிக்கிற மாதிரி இருக்கு. அது பேர் வெளியே தெரியுது பச்சை மயிறு. നീ ഒന്ന് വലിച്ചു നോക്കടാ. എന്റെ മലയാളമാണ്, തമിഴല്ല. അത് പച്ചത്തെറിയാണ്. ഇവിടെ പച്ചത്തെറിയാണ്.
അല്ലടാ അവൻ പച്ച കളറിൽ இருக்குல்ல ഗ്രീൻ മയിര്. നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് ശരിക്കും എല്ലാരും മയിരെന്ന് വിളിക്കാല്ലേ? ആ നീ വിളിച്ചു നോക്ക്. സംസാരിക്കുമ്പോ വിളിച്ചു അവസാനം തിരിച്ച് തമിഴ്നാട് നീ പിന്നെ കേരളത്തിലെത്തൂല പിന്നെ. ആ അളിയ മുടിയാണ് അളിയ, നമ്മുടെ ഇവിടെയാണ് വലിയ തെറി മയിര്. ഇവിടെ എന്ത് മയിര് പുടുങ്ങിയിട്ടിരിക്കണ്ട അങ്ങനെയല്ലേ என்னடா പറയാ? மயிரை புடிங்கிட்டு இருக்க? എന്നിട്ട് മയിര് പുടുങ്ങിട്ടാ என்ன மயிரை தான பார்த்துக்கண்ணா இந்த காதிருப்பே இந்த காதலிமே தான பார்த்துக்கண்ணா இந்த വാതിരിക്ക இந்த சேர்ந்து இருக்கு. എടാ ഷേക്ക് മിസ്സറക്സിനെ കാണാൻ പോയിട്ടെ നൈസായിട്ട്. ഇനിയുള്ള ചന്ദ്ര എടാ അങ്ങനെ ഒരു പറ്റില്ല, അത് പറ്റില്ല, പോസിബിളേ അല്ല. പറ്റൂലേ? ആ അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല. இப்ப ரேண்டமா சிவிலியனை தூக்கலாம். இன்னைக்கு റാൻഡം സിവിലിയനെ തൂക്കിയ ആ ഇല്ല പ്രശ്നം, ഒരു പ്രശ്നമല്ല. തൂക്കാം റാൻഡം ആളെ തൂക്കാം. ஓகே അനീക നമ്മള് ഒരാളെ തൂക്കാൻ പോവേണേ. നേരത്തെ പറഞ്ഞ നന്നായിരുന്നു. only gun name, no fire, okay? ചക്ക എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി മാങ്ങ എന്ന് പറഞ്ഞ പോലെ ചെയ്യില്ല നീക. ശ്രദ്ധിക്കണേ ഫാസ്റ്റ് ബീസ് ബ്രോ, താങ്ക് യു ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. മീൻസ് എ ലോട്ട് ബ്രോ. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. മീൻസ് എ ലോട്ട്. അത്രേ ഉള്ളൂ. ഈ பேங்க் வாசல்ல யாரனா முடிச்சு அவங்க பிளாக் மணில வச்சிருப்பாங்க. பிரச்சனை ஆகாது நமக்கு. ഈ பேங்க் வாசல்ல தான் நான் எடுத்துட்டேன். எடுத்து ഇங்க ഡെപ്പോസിറ്റ് பண்ண. ഞാൻ വേറെ കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ. നമുക്ക് സംതിങ് വലുത് പ്ലാൻ ചെയ്താലാ? ഞാൻ വലിയ പ്ലാൻ പറയട്ടെ നിങ്ങളുടെ അടുത്ത്. ഹെവി പ്ലാൻ പറയാം. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. നമ്മള് ഇതൊരു വലിയ പ്ലാൻ ആയിരിക്കും. നമുക്ക് ഒരാളെ നിന്ന് എത്ര രൂപ എടുക്കാൻ പറ്റും അറ്റ് എ ടൈം? 20 lakh. അപ്പോ 5 പേരെ എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 പേരെ എടുത്തു കഴിഞ്ഞാൽ 1 CR. 1 CR കിട്ടും. നമ്മള് 50 lakhs എടുക്കാന്ന് പറയുന്നത്. 50 lakhs വരെയും എടുக்கலாம். ആമാ 20 lakhs இல்ல. ഞാൻ പറയട്ടെ. പക്ഷെ അവരുടെ കയ്യിൽ അത്രയും വേണ്ടേ? இருக்காது. இருக்கும், நிறைய பேர் வச்சிருப்பாங்க. ഞാൻ പറയുന്ന കേള്. നമ്മള് ഒരു 50 സിറ്റിസനെ പിടിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ? 50 ലക്ഷം വെച്ച് എടുക്കുവാണെങ്കിൽ ഇതിൽ 50ഉം സിറ്റിസൺ ആയിരിക്കണമെന്നില്ലല്ലോ. ഗ്യാങ്ങും വരാല്ലോ, അപ്പൊ പ്രശ്നമാവൂലേ? ഗ്യാങ് വരാൻ ചാൻസ് കുറവാണ്. കാരണം അങ്ങനത്തെ ഒരു പ്ലാനാ ഉള്ളത് എന്റെ കയ്യില്. 50 × 50 എല്ലാരെയും 50 കിട്ടണമെന്നില്ല. ഈ പ്ലാൻ നീക ഇവിടെ ഉണ്ടാ? 25 കോടി கிடைக்கும். 25 കോടി கிடைக்கும். 50 സിറ്റിസന്റെ എടുത്താലോ? 50 പേർക്ക്. ആമാ 25 കോടി. ഓക്കെ, അപ്പൊ ഒരു 20 പേരാണെങ്കിലാ? அப்படியே കാൽക്കുലേറ്റർ മണ്ടയിലേ വെച്ച് സുത്രമാണ്. 20 × 50 ലക്ഷം. ഇപ്പൊ പറഞ്ഞുതരാം, ഒരു മിനിറ്റ് വെയിറ്റ്. സിമ്പിൾ. 10 കോടി. ഓക്കെ, വലിയ സ്കാം ആണല്ല, ചെറുതൊന്നും. എനിക്ക് ഇഷ്ടമല്ല ഈ 50 ലക്ഷം വെച്ച് എടുക്കണേ. നീക 10 കോടിയോ 100 കോടിയോ? 10 കോടി. നീക 10 കോടി താ. ഞാൻ ഒരു സൂപ്പർ ഐഡിയ പറയാം. ഇല്ല എന്റെ സൂപ്പർ ഐഡിയ ഞാൻ ഉണ്ടാക്കി. നമ്മളുടെ ஏஆர்ல உள்ள வச்சிட்டு வந்தீங்களா? தயவு செய்து പറയാം. നമ്മളിപ്പോ എത്ര പേരുണ്ട്? അലീനക്ക് ഞാൻ ഒരു ഗണ്ണ് തരാം. ഇങ്ങോട്ടോ. അല്ല ഏറുണ്ടാ? കിട്ടണൊക്കെ വാങ്ങിച്ചോ? അല്ലല്ല, അത് ഞാൻ കാശ് വാങ്ങിച്ചോളാം. അതിന്റെ ഇത് എന്റെ അവര് ഇത് കുറച്ച് എന്റെയിലും ഇല്ല അളിയ. എനിക്കും തരും. ഇല്ല നിനക്ക് തരില്ല. ഞാൻ പാവല്ലോ അളിയെ.
അളിയെ അല്ല എയർ വേണം അളിയ എന്റെ ഇല്ല അളിയ എനിക്കൊരു എയർ താളിയാ പറയണ കേള് യൂസ് ചെയ്യാമോ? എടാ പറയണ കേള് சும்மா ஷோக்கு தான் എന്റെ പ്ലാൻ പറയണ കേള് എന്റെ പ്ലാൻ ഞാൻ പറയണ എന്റെ പ്ലാൻ ഇപ്പൊ ആര് കേൾക്കും എടാ നിന്റെ പ്ലാൻ ആരും കേൾക്കില്ല എന്റെ നിന്റെ പ്ലാൻ കേൾക്കാല്ല ഇല്ല 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 நீங்க ஹேர் ஸ்டைல் പ്ലീസ് എടാ നീ ഞാൻ നേരത്തെ പറയട്ടെ നീക ഒന്ന് കേക്ക് പറയണേ അളിയും പറ നമ്മള് ഒരു പ്ലെയിൻ വാടകയ്ക്ക് എടുക്കുന്നു ബ്യൂട്ടിഫുൾ പ്ലെയിൻ നമ്മള് കാശ് കൊടുത്ത് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ അതിന്റെ അകത്ത് ട്രിപ്പ് എന്ന വ്യാജേന ഒരു 20 പേരെ അതിന്റെ അകത്ത് കയറ്റുന്നു. സൂപ്പർ അതിനുശേഷം നമ്മൾ ആ പ്ലെയിനെ ഒരു ഐലൻഡിൽ കൊണ്ട് ഇറക്കുന്നു. സേഫ് ആൻഡ് സെക്യൂർഡ് ഐലൻഡിൽ കൊണ്ട് ഇറക്കുന്നു. അളിയ വേണ്ട പറയണ കേരള മൈരേ ആ കൊണ്ട് ഇറക്കിയതിന് വന്നായിരുന്നു ശേഷം എല്ലാവരുടെ കയ്യിൽ നിന്ന് ഗണ്ണയും ചെയ്ത് 50 ലക്ഷം വെച്ച് ഈച്ച് പേഴ്സന്റെ വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്നു. 50 ലക്ഷം തരാത്തവരെ നമ്മൾ കത്തിച്ചു കൊന്നാളെ. ഉറപ്പാണോ? ഹലോ ചന്ദ്ര ആ മോബിയ പറടാ. എനിക്ക് AR ചോദിക്കുന്നുണ്ട്. TPA ഗാങ് കൊടുക്കുന്നുണ്ടോ നമ്മള്? എത്ര എണ്ണം? രമണ അവര് വാറടിക്കാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞ ബൾക്കായിരിക്കും. 8CR എന്ന് പറഞ്ഞ 8CR ഒന്നിനാ? ആ ഒന്നിന് വാങ്ങിക്കാം. ഓക്കെ 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 ப்ளைன்ல எடுத்துக்கலாம் அதெல்லாம் ஒன்றும் பிரச்சனை இல்லை. പറഞ്ഞ എവരി പേഴ്സന്റെ നമ്മൾ 50 lakhs വെച്ച് എടുക്കുന്നു. ഞാൻ പറട്ടെ ചന്ദ്ര കൊണ്ടിതാക്കുമ്പോഴത്തേക്ക് 20 പേര് നമ്മളെ കണ്ണീമി നമ്മളാള് കുറവല്ലേ? നമ്മളാള് വേണം. ഞാൻ പറട്ടെ വേണ്ട നമ്മളാള് വേണ്ട നമ്മൾ 4 പേര് ഷെയർ പോളിയാ. அவங்ககிட்ட கண்ணு இருக்காதா 20 பேர்ல இருக்கும் மச்சான் மாட்டிப்போம். എടാ ഇറക്കാ മച്ചാ വെയിറ്റ് ആക്കടാ. നമ്മള് ആൾക്കാരെ ആരെങ്കിലും പ്ലെയിനിൽ ആരെയും ഞാൻ പറഞ്ഞ ഇതൊരു ഹൈജാക്കാണ്. അതായത് ആരെയും പ്ലെയിനിൽ കയറുമ്പോ തോക്കം കൊണ്ട് കയറുമോ നമ്മൾ അതുപോലെ ക്ലീൻ ആയിട്ട് തോക്കൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഇത് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ തോക്ക് അവരെ കൊണ്ട് വെപ്പിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യും. ചന്ദ്രൻ അല്ലേ மச்சான் அப்பனா நம்ம பைலட் மாதிரி நீ Dress பண்ணு மச்சான். நான் வந்து അല്ല ഇത് കുറച്ച് വലിയ പ്ലാൻ ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ആലോചിക്കണം. ഫസ്റ്റ് നമ്മള് ഇവിടത്തെ ഈ ചാറ്റ് ഇടൂലേ അവരെങ്ങനെ നമ്മൾ ഇത് ചെയ്യും? അതായത് ഈ എക്സാറ്റിലുള്ളവരെങ്ങനെ നമ്മള് എക്സാറ്റില് അഡ്വർടൈസ്മെന്റ് ഇടുന്ന ആരാ? അഡ്വർടൈസ്മെന്റ് ഇടുന്നത് മറ്റേ എസ്കോർപ്പാണാ? ഇല്ല ഇവിടെ നമ്മുടെ ജോർജ് ഇല്ലേ? ആ നമ്മള് എടാ ഇത് കണ്ണാപ്പി 2 ദിവസം മുന്നേ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ മറ്റേ കണ്ണാപ്പി വിനോദയാത്ര എന്നുള്ള വ്യാജേന എല്ലാരും കയറ്റി പൈസ അവരത് പൈസ വാങ്ങി പോയി. എടാ അത് 1 കോടി രൂപ കേസ്. ഇത് നമ്മള് 10-20 വരെയും നമ്മള് കയറ്റിന് ശേഷം അവരെയും നമ്മള് 50 lakhs വെച്ചിട്ട് നമ്മൾ അവരിന്ന് ഗണ്ണയും ചെയ്ത് മേടിക്കുന്നു. മനസ്സിലായില്ലേ? പ്ലാൻ ഉണ്ട് അളിയ. ഇത് അടിപൊളിയാണ് സത്യം പറയല അളിയ. ഇത് ഈ പ്ലാനില് അളിയന് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഇത് ഫുള്ള് ഞാൻ എക്സിക്യൂട്ട് ചെയ്തോളാം. ഞാൻ നിന്നെ ഞാൻ സബ്ബായിട്ടാണ് വെച്ചേക്കണേ. നിനക്ക് നിന്നെ സബ്ബായിട്ടാണ് വെച്ചേക്കണേ. ഇല്ലല്ല നീ സബ്സ്റ്റിറ്റ്യൂട്ടാ. മനസ്സിലായില്ലേ? അല്ലല്ല നിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആൾക്കാരെ നിന്റെ പറഞ്ഞാള് നീ വേണമെങ്കിൽ കോപ്പൈലറ്റായിക്കോ. അതെന്തൊരു വർത്തന അളി. ഞാൻ അളി എന്നെ വിശ്വസിക്കളിയ. അല്ലല്ല പറ്റില്ല. അല്ല പ്ലെയിൻ ഓട്ടിക്കണം. നിനക്ക് പ്ലെയിൻ ഓട്ടിക്കാൻ ലൈസൻസ് നിനക്കില്ല. എനിക്കുണ്ട്. ഞാൻ പണ്ട് ആർമിയിലായിരുന്നല്ല. അവരെല്ലാരും ഞാൻ സെർച്ച് ചെയ്യാം. ഇല്ല നീ സെർച്ച് ചെയ്യണ്ട. നീ സെർച്ച് ചെയ്ത് എക്സ്ട്രാ സാധനങ്ങൾ എടുത്ത് എനിക്ക് തലവേദന അവസാനം. നീ ഒന്നും ചെയ്യണ്ട. നീ ഞാൻ പറയണ പോലെ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? സഹായം വേണ്ടേ? നിന്റെ സഹായം വേണം. മനസ്സിലായില്ലേ? നിന്റെ സഹായം വേണം. നല്ല പ്ലാൻ ആയിരുന്നു. ഞാൻ വേണം എക്സിക്യൂട്ട് ചെയ്യാൻ. അലീനക്ക് എന്താ തോന്നുന്നത്? ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് ഫ്ലോപ്പ് ആവുന്നാണോ തോന്നുന്നേ? இந்த പ്ലെയിനിல எல்லாம் ഗേൾസ് இருப்பாங்களே அவங்க பேர் என்ன சொல்லுவாங்க? பனிப்பெண். അതെ. പിന്നെ ഒരു സീൻ ഉണ്ട് അളിയ. നമ്മള് ഗേൾസിനെ വേറെ ബോയ്സിനെ വേറെ തിരിക്കണം. എന്നിട്ട് ഗേൾസിനെ ഞാൻ നോക്കിക്കോളാം എന്തായാലും. ഓക്കെ ഗേൾസിനെ ഞാൻ നോക്കിക്കോളാം. അവർ ഇച്ചിരി സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അവരോട് സംസാരിക്കേണ്ട രീതിയൊക്കെ വേറെ രീതിയിലാ. എടാ വേണമെങ്കിലേ നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്. ഇത് കണ്ണാപ്പി 2 ദിവസം ഈ പരിപാടി ചെയ്തോണ്ട് നമുക്ക് കണ്ണാപ്പിയുടെ തലയിൽ വെച്ചു കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. റോബറി ചെയ്ത ഇവനാന്ന് പറഞ്ഞു. അല്ല കണ്ണാപ്പിയുടെ ഇവന്റ് മാനേജ്മെന്റ് ഉള്ളതാണ്. താങ്ക് യു ബ്രോ. ഇല്ല മതി അല്ലെ എന്റെ ഒരു സൂപ്പർ ഐഡിയ ഒന്നല്ലയാ.
അല്ലെ സൂപ്പർ ഐഡിയ വന്നു என்ன idea? പറയട്ടെ ആ അളിയ നമ്മള് കണ്ണാപ്പിമാരായിട്ട് മാറുന്നു. നമ്മള് 4 പേരും കണ്ണാപ്പിയാണ്. എടാ അളി എന്തിനാളിയാ അളിയ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അളിയ എന്നിട്ട് നമ്മള് പൈസ എടുത്തിട്ട് മുങ്ങിക്കഴിയുമ്പോ ഇതെല്ലാം അവന്റെ തലയിൽ വരും. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് கண்ணாப்பி மாதிரி நம்ம ட்ரெஸ் போடலான்ற, கண்ணாப்பி மாதிரி நம்ம மூஞ்சில மேக்கப் போடலான்ற, அதானே? അവനൊരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആരും പോകൂല. സൂപ്പറല്ല. എടാ അവന്റെ ഒരു പരിപാടിക്ക് ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ആരും പോകൂല, മനസ്സിലായാ? ശരിയാണ് അത് ശരിയാണ്. ചിന്തിച്ചിട്ടാ എന്താ ഇതെന്തായാലും ഇതൊന്ന് പ്ലാൻ ചെയ്യണം. ഇത് പ്ലാൻ பண்ணிட்டு വേണം பண்ணാൻ. ഇതിപ്പോ ഡയറക്റ്റ് പോയി பண்ணി കഴിഞ്ഞാൽ ഇത് ഫ്ലോപ്പ് ആവും. മനസ്സിലായില്ലേ? ഇത് നമ്മള് 50 ലക്ഷം വെച്ച് വാങ്ങിക്കുവാണെങ്കിൽ നമുക്കൊരു 8 പേരെ ചേർക്കാം നമ്മുടെ കൂട്ടത്തില്. അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറയട്ടെ, നമ്മൾ 4 പേരേ ഉള്ളൂ. നമുക്കൊരു 10 പേരെ അറേഞ്ച് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ 10 പേരെ സെറ്റ് ചെയ്താലോ? വേണ്ട 8 പേര് മതി. 8 പേര് മതി. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സെറ്റ് ചെയ്യണമെന്നാ? അതെന്തിന്? അല്ല അതല്ല, 10 പേരെ നമുക്ക് പ്ലെയിനിൽ 10 പേരെ പ്ലെയിനിൽ കയറ്റിയാൽ മതിയോന്ന്? അല്ല 10 പേര് இல்ல நம்ம ஒரு 10 பேர் ஏறணும், அவங்க 10 பேர் ஏறணும்ல, ஈக்குவாலிட்டி இருக்கணும்ல. അല്ല വേണ്ട, നമ്മള് വേറൊരു പ്ലെയിൻ പിടിച്ച് ബാക്കി വന്നാ പോരെ? അത് ഞാൻ ഓടിച്ചോളാം. അയ്യോ അത് ഞാൻ നോക്കിക്കോളാം. ഇനി എന്തിനാ പറയണ? നിന്റെ അച്ഛൻ കൊണ്ട് വെച്ചേക്കണ പ്ലെയിന് വാടക എടുക്കാൻ കഴിയില്ല പറഞ്ഞേ. വാടക എവിടെ തരും നിനക്ക്? ദൈവത്തിന്റെ അടുത്ത് ഇറക്കണം. ഇപ്പൊ ആളെ കുറച്ച് സെറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഞാൻ പറയട്ടെ, 20 പേര് വേണം. 20 പേര് വേണം. 20 പേരില്ലെങ്കിൽ ഒരു ഗുമ്മ ഉണ്ടാവൂല. അന്നല്ലാണ് നമുക്ക് വാരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചന്ദ്രൻ പറഞ്ഞതുപോലെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഫുള്ളാ ചെക്ക് பண்ணிரணும். ഞാൻ പറയട്ടെ, ഈ ചെക്ക് ചെയ്ത കാര്യം നടക്കൂല, അത് ശോകവും. ഈ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോ நான் என்ன தெரியுமா பண்றேன், இப்போ 20 பேர் நம்ம ஏத்துறோம் பாருங்க, ஃளைட்ல ஏறும்போது எல்லாம் ஃபுல்லா செக் பண்ணிடலாம். கண்ணில்ல எந்த இரும்பு பொருளும் இருக்க கூடாதுன்னு പറഞ്ഞു நம்ம ஏத்தலாம். ചെക്ക് അപ്പൊ ചെക്ക് ചെയ്തിട്ടേ പൈസ കയ്യിലില്ലെങ്കിലേ അവൻ അപ്പൊ തന്നെ പറഞ്ഞു കേട്ടോ. മനസ്സിലായില്ലേ? ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞ് പറഞ്ഞു കേട്ടോ. ഓക്കെ, ചെക്ക് കളിയാ. ചെക്ക് ചെയ്യാം, നല്ലൊരു ഓപ്ഷൻ ആണ്. ഒരു 50 മിനിമം ഫ്ലൈറ്റ് കയറാനുള്ള യോഗ്യത നല്ല മനസ്സിനുടമയാണ്. ഗയ്സ് നോട്ട് ദ പോയിന്റ്. മച്ചാ ടിക്കറ്റ് சொல்லணும்ல അവങ്ങட்ட. ടിക്കറ്റ് റേറ്റ് ഫ്രീ ടിക്കറ്റ് ഒക്കെ വെച്ച് ഏതിലും തെണ്ടിലും நல்லா இருக்காது மச்சான், நல்லா இருக்காது. ടിക്കറ്റ് ഫ്രീ. அவங்க ஸ்ட்ரெஸ் வராதா? ஒரு இது சந்தேகம் வராதா? இது ஃப்ரீயா கொண்டு போறாங்க. നീ കണ്ട പിറന്നാള്, അതുകൊണ്ട് എല്ലാവർക്കും ഫ്ലൈറ്റ് രാത്രി. ഏത് ടിക്കറ്റ് ഫ്രീ, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതെങ്ങനെയുണ്ട്? நல்லா இருக்கு. ചന്ദ്രൻ என்ன சொல்றான்? അളിയാ ഇപ്പൊ சொல்றேன். മറ്റേ രണ്ടാമത് പറഞ്ഞ ഐഡിയ എന്തായാലും വേണേ. 20 പേര് ഫ്രണ്ടിൽ പ്ലെയിൻ. അല്ല ഇപ്പൊ നമ്മളിപ്പോ എത്ര ആയിരുന്നാ? നമ്മളൊരു 10 രൂപ മതിയാ? ഓക്കെ, 10 രൂപ ഓക്കെയാണോ? 10 പേര് എതുക്ക്? 10 അല്ല, ഇനി ഒരു 4 പേരെ കൂടി പോരെ നമുക്ക്? വാ 4 പേര് പിന്നെ അല്ലാതെ എപ്പ ചെയ്യാ? ഇപ്പൊ ചെയ്യണ്ട, ഇപ്പൊ ചെയ്യണോ? പിന്നെ ഇപ്പൊ ചെയ്യണോ? ഇപ്പൊ ചെയ്യാതെ ശരിയാവൂലയാ? നടക്ക് പോണം. അല്ല ആൾക്കാർ കുറവല്ലേ സിറ്റിയില്? എനിക്ക് പോണ്ട സിറ്റിയിലെ ആൾക്കാർ കുറവല്ലേ? ഞാൻ വേറെ കാര്യം പറയട്ടാ. വേറെ ഹെവി ഐഡിയ ഉണ്ട്. നമുക്കൊരു 5 പീഡീനെ നമ്മള് ടൂർ കൊണ്ടുപോകണം. ടീം നമ്മള് സൂപ്പർ. ഓക്കേ, പാകലാം. വാ ഇറങ്ങല്ലേ, പറഞ്ഞുതരാം. ചുമ്മാ சொன்னடா டேய். ஐயோ, நீ നോടണമാടാ ഉനക്ക്. പീഡീനെ നമ്മള് പീഡിക്ക് ഒരു സൗണ്ട് കേട്ടാണോ അവനെ തുണ്ട കാണോ തുണി കാണോ മാസ്ക് പോലനാലും പരവായില്ല. നമ്മള് പീഡീനെ പ്ലാൻ ചെയ്ത് ട്രിപ്പിന് കൊണ്ടുപോകുന്നു. ഓക്കെ, നമ്മള് പിന്നെ 5 ദിവസത്തേക്ക് ട്രിപ്പ് പോകേണ്ടി വരുമോ? അല്ല ഇതൊക്കെ പ്ലാൻ பண்ணണം. പീഡിനെ ഈ മാപ്പിൽ എവിടെ വെച്ചാണ് കേക്ക് കൊണ്ടുവരുന്നു.
സ്ട്രെയിറ്റാ പോയിട്ട് റൈറ്റ് എടുത്ത് എന്റെ മഴ പിടിച്ച ഒറ്റ വലി അല്ലേ പുള്ളി വിചാരിച്ചോന്നോ എന്റെ സംശയം. എന്റെ മഴയെ പിടിച്ച് കറക്റ്റ് നാണവും പച്ചമയ എളിപ്പണ്ടാ. എന്റെ മോൻ 15 ദിവസത്തേക്ക് പോയിരിക്കും. അളിയ ഞാൻ ഒരു പ്ലാൻ പറയട്ടെ. ഈ ബ്ലൂ പ്രിന്റ് ഓക്കെ നിന്റെ ഒരു പറപ്രിന്റ് എനിക്ക് കണ്ട. ഞാൻ പറഞ്ഞ കേള ആദ്യം. ഞാൻ ഒരു കാര്യം പറയട്ടാ. നമ്മള് ഒരു കിടിലൻ, അതായത് നമ്മൾ ഏഷ്യൻ പെയിന്റ്സിന്റെ ഇതാണ്, എക്സിക്യൂട്ടീവ്സ് ആണ് നമ്മള്. നിങ്ങളുടെ പുതിയ PDയുടെ പെയിന്റ് എല്ലാ വർക്കും ഞങ്ങൾക്ക് തന്നോണ്ട് PD ഒരു 10 പേർക്ക് അല്ലെങ്കിൽ PD ഒരു 5 പേർക്ക് 5 പേർക്ക് നമ്മള് ഒരു സിറ്റി ഫുൾ, അതായത് സിറ്റി ഫുള്ള് കറങ്ങാൻ പറ്റുന്ന ടിക്കറ്റ്, സിറ്റി ടൂർ ടിക്കറ്റ്. ഓക്കെ, ഈ എവരെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നൈസായിട്ട് ഒരു ഐലൻഡിൽ സെക്യൂർ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു. അഡ്മിൻ നമുക്ക് ഒരു 5 പ്ലെയിൻ വേണം. പ്ലെയിനോ? പ്ലെയിൻ 5 മതിയോ? 2 പറ്റും. 2 5 ചോദിച്ചാൽ 2 തരത്തിലുള്ള നമുക്കറിയാം. എത്ര ജെട്ടിന് ഇരിക്കണം ബ്രോ, പെരിയ പ്ലെയിൻ ജെട്ട്. 20 പേരെ കയറ്റാൻ പറ്റണം. 2 അല്ല അഡ്മിനെ ഒരെണ്ണം ഒരു പ്ലെയിന് തരാൻ പറ്റുമോ? ചോദിച്ചിട്ട് പറഞ്ഞേ. അഡ്മിനെ 2 ചുമ്മാ 2 എന്തിനു? ഫാക്ടറി 10 പേര്. ഒരു പ്ലെയിനിൽ ആൾക്കാർ കേറും. അപ്പൊ ഇമാജിൻ ചെയ്യും. എന്നിട്ട് പീഡിനെ നമ്മള് ഐലൻഡിൽ കൊണ്ടുപോകുന്നു. ഐലൻഡിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്? ഐലൻഡിൽ കൊണ്ടുപോയിട്ട് എല്ലാരും ജട്ടിട്ട് കൈ പൊക്കുന്നു. എന്നിട്ട് ഞാൻ എല്ലാരും സെർച്ച് ചെയ്തു. പീഡി ഞാൻ പറയട്ടെ, പീഡി എന്തായാലും യൂണിഫോമിൽ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ലല്ലോ. എന്തായാലും അളിയാ ഞാൻ ചന്ദ്ര അളി ചന്ദ്ര പീഡി വേണ്ട. എന്റെ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. വേണ്ട എന്റെ ഐഡിയ മതി. ഇത് സൂപ്പർ ഐഡിയ. ഇല്ല അളിയ ഇത് വർക്കൗട്ട് സൂപ്പർ ഐഡിയ. അളിയ ഇപ്പൊ നമ്മള് ഗണ്ണ് വാങ്ങിക്കാൻ വേണ്ടി. പക്ഷെ ഇത് ഞാൻ ഇത് നടക്കണമെങ്കിൽ ഇത് ഇന്ന് നടത്തണമെങ്കിൽ നടത്താൻ പറ്റുമോ? അളിയ സൂപ്പർ ഐഡിയ ഉണ്ട് എന്റെ അളിയ. ഗണ്ണ് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് രൂപ വന്നില്ലേ, അമര് പറയാ നമ്മുടെ ഒരു 50 ലോഡ് ഗണ്ണ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു 3 ലക്ഷം രൂപ തരാം എന്ന് പറയാം. എന്നിട്ട് നമുക്ക് അവന്മാരെ ഒരു പ്ലെയിനിൽ ദീപി കൊണ്ടുപോയിട്ടുണ്ടല്ലോ, നമുക്ക് അവന്മാരെ വിളിച്ച് ബാർഗെയിൻ ചെയ്യാം. ബാർഗെയിൻ ചെയ്യാൻ എങ്ങനെയാണെന്നറിയോ? നമ്മുടെ 20 ഗണ്ണ് 20 ലക്ഷത്തിന് എടുക്കണമെന്ന് പറയും. അതാണ് നമ്മള് ഏതോ ഒരു പ്ലാൻ പോട്ടാ അത് മുടിച്ചോറി ഏണ്ടാ இப்படி பண்றா. അയ്യോ ചന്ദ്ര ഇത് കലക്കും, ഇത് പൊളിക്കും. ഇത് മതി വാ കൺഫേം. പീഡിനെയൊക്കെ പിടിച്ചിട്ട് വന്ന് നടക്കണ കാര്യം പെട്ടെന്ന് വരും. ഞാൻ ഇല്ലാണ്ട് എന്തിനാളിയാ? നിങ്ങൾ പ്ലാൻ അല്ല നിങ്ങൾ പ്ലാൻ എന്റെ പ്ലാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വർക്കൗട്ടാണോ പ്ലാനാ? നിങ്ങളുടെയൊക്കെ പ്ലാൻ എന്തൊരു പ്ലാൻ? 50 പേരെ കേറ്റി മറ്റേ വിളിച്ചിട്ട് മറ്റേ ട്രിപ്പ് പോവാന്ന് പറഞ്ഞ പീഡി വരുമല്ലേ. പിന്നെ ചന്ദ്രന്റെ മുഖം കണ്ടാലേ വരത്തില്ല. പീഡി മാറിയത് അറിഞ്ഞായിരുന്നോ നീ? പീഡി മാറിയൊക്കെ നമ്മൾ അറിഞ്ഞു. പീഡി മാറി എവിടെ, എങ്ങോട്ടാ ഇപ്പൊ പീഡി? പീഡി ഇവിടെ നമ്മുടെ മുതുക്കിന്റെ അവിടെ ബർഗർ ഷോപ്പില്ലേ, അതിന്റെ ഫ്രണ്ട് ബർഗർ ഷോപ്പിന്റെ അവിടെ അല്ലേ? അതെ, ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. നീ സംസാരിക്കല്ലോ. പക്ഷെ വാ കേറ്. പക്ഷെ ഇങ്ങനെ മാസ്ക് ഒക്കെ ഇട്ടോണ്ട് കേറ്. ഇത് മതിയോ? നമുക്ക് ഞാൻ പറയുമ്പോ തരാവോ ബ്രോ? ജെറ്റ് മാറി പെരുസാ വേണം ബ്രോ. ഇത് ചിന്നതാ ഇരിക്കേ. അല്ല ഇതിന്റെ എത്ര വരെയായിരുന്നു? അല്ല ഇപ്പൊ വേണ്ട ഞാൻ പറയുമ്പോ തരാവോ? ഞാൻ എന്റെ നമ്പർ തരാം, വിളിച്ചാൽ മതി.
ഓക്കെ ഞാൻ എത്ര സീറ്റ് ഉണ്ടോ നോക്കട്ടെ ഇനി ഒരു മിനിറ്റ്. എടാ അതെ അഡ്മിനെ നമ്മളന്ന് പഴയ സ്ഥലത്ത് നിന്നാക്കണേ, കയറാൻ പറ്റത്തില്ല ഇതിന്റെ അകത്ത്. ഓക്കെ ലൊക്കേഷൻ പറ. ടി വി ഡ്രോപ്പ് നമ്പർ CID